പണ്ട് ഇതുപോലെയായിരുന്നു അന്ന് ടെൻഷൻ അടിച്ചോണ്ടിരുന്നത്? കോളേജ് കോളേജിലെ ഒരു പ്രണയമൊക്കെ നടന്നു, ശരിയല്ലേ? പോരട്ടെ, കഥ പോരട്ടെ. പ്രണയം ലവ് മാരേജ് ആണ്. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു വ്യക്തി. രണ്ടുപേരും വയനാട്ടിൽ തന്നെയായിരുന്നു. കോളേജിൽ പോകുമ്പോ ഫസ്റ്റ് അവിടെ വെൽക്കം പാർട്ടിക്കൊക്കെ പറയുമായിരുന്നു, ഈ പെണ്ണ് നമ്മളെ ഇന്ന ആൾക്ക് പറ്റിയതാണല്ലോ എന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ആ ആളെ കാണലില്ല. ആളെ ആ സമയത്തൊക്കെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്ക് വന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് ഫ്രണ്ട്സൊക്കെ പറയും, ഓ നിസ ഇന്ന ആൾക്ക് പറ്റിയതാണ് കേട്ടോ. എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്നെ പറ്റിയൊരു ചെക്കൻ. എല്ലാരും കൂടി ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ ആളെ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ആള് വെക്കേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ കണ്ടു. അന്നപ്പോ ഒന്നും മനസ്സിൽ ഇങ്ങനെ ഇന്ന ചെക്കൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ലായിരുന്നു. ഒരു ജോലിക്കാരന്റെ കല്യാണം കഴിക്കണമെന്നുണ്ട്, രൂപമൊന്നും മനസ്സിലില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഇവരെ പേര് വിളിച്ചിങ്ങനെ കളിയാക്കും. അതൊന്നും ഇഷ്ടമില്ലായിരുന്നു എനിക്ക്. അന്നപ്പം എന്താ പറയാ, ഒരു ദേഷ്യം പോലെയായിരുന്നു തോന്നിയത്. പിന്നെ ഫോൺ നമ്പർ കിട്ടി, ഇടയ്ക്ക് ചാറ്റിംഗ് ഒക്കെ ആയപ്പം ഫൈനലി അവരെന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു. പിന്നെ അവസാനം പ്രേമിച്ച് കല്യാണം വരെ എത്തി. 3 വയസ്സുള്ള മോള് വരെയായി. 5 വർഷമായി. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. മോളെ പേര് ഫാത്തിമ ബൈസൂൺ. നിങ്ങൾ മൊത്തം ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. ഫാത്തിമ ബൈസൂൺ മോൾക്ക് ഞങ്ങളുടെ 2 പേരുടെയും വക വലിയ ഹായ്. കൊടുത്താലോ? കൊടുക്കാം. ഈ സമയത്ത് അവൾ ആരും ഉമ്മ വാങ്ങലില്ല. ആരെങ്കിലും അടുത്ത് വരുമ്പോ കൊറോണ എന്ന് പറയാം. അല്ല, ഇത് ഫ്ലൈങ് കിസ് അല്ല. ഫ്ലൈങ് കിസ് ആയതുകൊണ്ട് സാരില്ല.